ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ലോകമെമ്പാടും ഉള്ള ജനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ പോലെ തന്നെ സിഗ്നലിനകത്ത് നമുക്ക് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും, വീഡിയോ കോൾ ചെയ്യാനായിട്ട് പറ്റും, ഓഡിയോ കോൾ ചെയ്യാനായിട്ട് പറ്റും, വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മളുടെ ഫോണിലുള്ള പിക്ചർ, ഡോക്യുമെൻറ്റ്സ്, അതുപോലെ വീഡിയോസ് ഇതൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് അയക്കാനായിട്ടും സാധിക്കും. ഈ എല്ലാ ഫീച്ചറുകളും സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് നിലവിലുണ്ട്. പക്ഷേ ഈ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു 5 ആപ്ലിക്കേഷൻസ് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആപ്ലിക്കേഷനകത്ത് ഇന്ന ഫീച്ചറുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അതെങ്ങനെയാണെന്ന് വർക്കും കൂടെ ചെയ്യുന്നത് കറക്റ്റായിട്ട് കണ്ടെങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഐഡിയ പിടികിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒന്നാമത്തെ ഫീച്ചറാണ് 1x എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് സിഗ്നലിൻ്റെ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നിങ്ങൾ ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ആളിൻ്റെ പേരിലുള്ള ചാറ്റിംഗ് പ്ലാറ്റ്ഫോം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പം ആ ആളിനൊരു ഇമേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ പ്ലസ് പ്രസ് ചെയ്യുക, ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറിക്കകത്തുനിന്ന് നമ്മൾ ഇമേജ് എവിടെയാണോ കിടക്കുന്നത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് സാധാരണ രീതിയിൽ എനിക്കിവിടുന്നും ഈ ഒരു ഇമേജ് ഓപ്പൺ ആക്കാൻ പറ്റും. എൻ്റെ സുഹൃത്തിന് അപ്പുറത്തുനിന്നും ഈ ഒരു ഇമേജ് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. ഇനി ഈ ഇമേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം ഗാലറിയിൽ നിന്നൊരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് ഫോർവേഡ് ചെയ്യുക. സെൻഡ് കൊടുക്കുന്നതിന് മുൻപേ ഈ ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു സിമ്പൽ പോലെ. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ 1x എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് മീഡിയ എന്നും മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ, ആ ഒരു ഇമേജ് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇമേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എൻ്റെ ഫോണിൽ നിന്നും അത് ഡിസപ്പിയർ ആയിപ്പോയി. ഇനി എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവൻ ആദ്യത്തെ ഒരു വട്ടം തുറക്കുമ്പോൾ മാത്രം കാണാൻ സാധിക്കും, പിന്നീട് തുറക്കുമ്പം കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ അയക്കുന്ന ഈ ഒരു ഇമേജ് 1 ടൈം മാത്രം ഷോ ചെയ്യും. നെക്സ്റ്റ് ടൈം വീണ്ടും സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു ഇമേജ് ഇല്ല എന്ന് കാണിക്കും. രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് നോട്ട് ടു സെൽഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അതായത് ഇതിപ്പോൾ സിഗ്നലിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് കോൺടാക്ട്സിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ഒരു പെന്നയിൽ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് വരുന്ന ചില മെസ്സേജുകളും ചില ഡോക്യുമെൻറ്റ്സും ഒക്കെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. ഈ സിഗ്നൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ പെന്നയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് കോൺടാക്റ്റിനെ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് നോട്ട് ടു സെൽഫ് എന്ന് പറഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോൺടാക്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻബിൽറ്റായിട്ട് നമുക്ക് തരുന്നതാണ്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് എനിക്ക് തന്നെയാണ്, അതായത് സെൽഫായിട്ട് തന്നെയാണ് ആ ഒരു മെസ്സേജ് ഡെലിവർ ആകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം സിഗ്നൽ ആപ്ലിക്കേഷനകത്തുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കോൺടാക്റ്റ്, നമ്മൾ അയക്കുന്ന മെസ്സേജ് നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് കിടക്കും. അടുത്തൊരു ഫീച്ചർ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഫീച്ചറാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാനിടയുള്ള ഒരു ഫീച്ചറാണ്. മുകളിൽ കാണുന്ന 3 ഡോട്ട് സെലക്ട് ചെയ്യുന്നു, സെറ്റിങ്സിലേക്ക് വരുന്നു, പ്രൈവസിയിലേക്ക് വരുന്നു. ഇതിനകത്ത് സ്ക്രീൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. അതായത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ആണ് എന്നാണ് അവിടെ പറയുന്നത്. ഞാനിതിവിടെ ആക്ടിവേറ്റ് ചെയ്തിടുകയാണ്. അപ്പം ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിടുമ്പോഴത്തേക്കിനും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന സിഗ്നൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് അപ്പുറത്തെ എൻഡിലിരിക്കുന്ന ആൾക്കാർ നമ്മളുടെ ചാറ്റ് നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു ആപ്പ് ആ രീതിയിലല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടെ എറർ മെസ്സേജാണ് കാണിക്കുന്നത്. അതേസമയം അപ്പുറത്തെ എൻഡിലുള്ളയാൾ നമ്മുടെ ഈ ഒരു ചാറ്റ് വിൻഡോ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ആയിട്ട് നടക്കുന്നതുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ഫീച്ചർ ഇവിടെ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഇത് കൂടുതൽ ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നല്ല സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ്. ഇനി മറ്റൊരാളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ വശത്തിരിക്കുന്ന ആളിന് നമ്മുടെ ഈ ഒരു സ്ക്രീന്
അവിടുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്താണെങ്കിലും ഈ പറയുന്ന ചാറ്റ് വിൻഡോ നമുക്ക് ഈ സ്ക്രീൻ ലോക്ക് ആക്കി ഇട്ട് കഴിഞ്ഞാലും അപ്പുറത്തെ വശത്തുള്ള ആളിനെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ഒരു ഓപ്ഷനാണ്, ഇപ്പം ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടിട്ട് 3 ഡോട്ട്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പല ഓപ്ഷൻസ് കിട്ടും. 5 സെക്കൻഡ്, 1 ഡേ, 1 വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷൻ. ഇതിനകത്ത് ഞാൻ ഈ 5 സെക്കൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് അയച്ച് കഴിയുമ്പോഴേക്കും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ അത് കാണാനായിട്ട് സാധിക്കും. ഒരു ടൈമർ പോലെ വന്നിട്ട് 5 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ ഒരു മെസ്സേജ് അവിടെ ഡിസപ്പിയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് എനിക്കും ഇനി കാണാൻ സാധിക്കത്തില്ല, എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ അലക്സിനും അത് കാണാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ ഡിസപ്പിയറിംഗ് മെസ്സേജസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തെ എൻഡിൽ അവൻ്റെ ഫോണിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവും. അതായത് 2 പേരും ഓണാക്കി ഇടണമെന്ന് നിർബന്ധമില്ല ഇത് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ അവൻ ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഈ സെയിം സംഭവം ഇവിടെ നടക്കും, ഞാൻ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാലും സെയിം ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും അവിടെ നടക്കുന്നത്. അല്ലാതെ 2 പേരും ഓണാക്കി ഇടണം നിർബന്ധമില്ല, ആരെങ്കിലും ഒരാൾ ഓണാക്കിയാലും ഈ ഒരു കാര്യം അവിടെ നടക്കുന്നതായിരിക്കും. അടുത്ത ഒരു ഓപ്ഷനാണ് ഈ 3 ഡോട്ട്സിൽ സെലക്ട് ചെയ്ത് ഇതിനകത്ത് സെറ്റിങ്സിലേക്ക് വരുമ്പോൾ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതിനകത്ത് 3 ഓപ്ഷൻസ് കിടപ്പുണ്ട്. കീപ് മെസ്സേജസ്, കോൺവെർസേഷൻ ലെങ്ത് ലിമിറ്റ്, ക്ലിയർ മെസ്സേജ്, ഹിസ്റ്ററി. കീപ് മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്കിപ്പോൾ 6 മന്ത്സ് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ 6 മന്ത്സിലുള്ള മെസ്സേജസും മീഡിയാസും മാത്രമേ ഇതിനകത്ത് സ്റ്റോറായിട്ട് നിലനിൽക്കത്തുള്ളൂ. അതിന് മുൻപുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ കോൺവെർസേഷൻ ലെങ്ത് ലിമിറ്റ്, ഇപ്പോൾ ഒരാളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് മാക്സിമം എത്ര മെസ്സേജസ് ആ ഒരു ചാറ്റിനകത്ത് വരണം, അപ്പോൾ അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ കൂടുതൽ മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. പിന്നെ ക്ലിയർ മെസ്സേജ്, ഹിസ്റ്ററി, ഇത് നമുക്ക് ഈ ഒരൊറ്റ സെലക്ഷൻ ഒരു പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സിഗ്നൽ ആപ്ലിക്കേഷനകത്തുള്ള എല്ലാ മെസ്സേജസും മീഡിയാസും എല്ലാം ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ് സ്റ്റോറേജിനെ മാനേജ് ചെയ്യാൻ. നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ ചാറ്റും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പും എടുത്ത് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സമയം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരൊറ്റ ക്ലിക്കോട് കൂടി എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനകത്ത് ഇത്രയും ഓപ്ഷൻസ് ഒന്നും അല്ല കേട്ടോ, ഇതിനേക്കാളും ഒത്തിരി മടങ്ങ് ഓപ്ഷൻസ് അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ എല്ലാം കൂടെ പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ അതിനകത്ത് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു 5 ഓപ്ഷൻസാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. നമ്മൾക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ആവശ്യമുള്ള ഓപ്ഷൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്തിടുകയാണെങ്കിൽ എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.